നമസ്കാരം, മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവിൻ്റെ മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 1/4 കിലോ റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവോളയുടെ പകുതിയും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഉണക്കമുളക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടേബിൾ സ്പൂൺ നിലക്കടല വറുത്തത്, പിന്നെ ഇതൊന്നും കൂടാതെ നെയ്യും ഉപ്പും കടുകും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ റവയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഈ റെഡി ടു കുക്ക് ഉപ്പുമാവ് ഇപ്പം ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരാഴ്ചയും 2 ആഴ്ചയൊക്കെ ജോലി സ്ഥലത്ത് താമസിച്ച് വീട്ടിൽ വന്ന് മടങ്ങിപ്പോകുന്ന ജോലിക്കാർക്കും പിന്നെ ബാച്ചിലേഴ്സിനും പിന്നെ നല്ല മടിയൊക്കെയുള്ള സമയത്തും നല്ല തിരക്കുള്ള സമയത്തൊക്കെ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. സമയമുള്ളപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഉപകാരപ്പെടും. ഇതിപ്പം 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. പാകത്തിനായി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി ഈ ചൂടായ ചീനച്ചട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്ക്ക് പകരം ഓയിൽ ഒഴിക്കാം. നെയ്യൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടു. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഉഴുന്നിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉണക്കമുളക് ഇടാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, സവോള, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണേ. ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അത് ചീത്തയായി പോകും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നിലക്കടല ഇടാം. ഇപ്പോൾ ഇത് വറുത്ത നിലക്കടലയാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഇടുന്നത്. ഇനി പച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉഴുന്നിട്ട കൂട്ടത്തിൽ തന്നെ ഇടണേ. ഇനിയിപ്പോൾ ഈ ഉഴുന്നിൻ്റെയും നിലക്കടലയുടെയും അളവ് കൂടുതലാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കുറച്ചിടാം കേട്ടോ. ഇനിയിപ്പോൾ റവ ഇട്ടിട്ട് നന്നായിട്ടൊന്നുകൂടെ 1-2 മിനിറ്റ് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ ചൂടാറി കഴിയുമ്പം ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി നമുക്ക് 1 മാസം വരെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടിത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രമേ ചീത്തയാകാതിരിക്കുകയുള്ളൂ. ഇനിയിപ്പം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കേണ്ട സമയത്ത് വെള്ളം തിളപ്പിച്ചിട്ട് പച്ചക്കറികളും തേങ്ങായും ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാതെയും ഉണ്ടാക്കാം. നമ്മൾ എങ്ങനെയാണോ എന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ആ ഒരു കോമ്പിനേഷനിൽ വെള്ളവും ഈ മിക്സും കൂടെ എടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇനി അതുമല്ലെങ്കിൽ 1/2 ഗ്ലാസ് ഈ മിക്സിന് 1.5 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് മൂടി വെച്ചാൽ 10 മിനിറ്റിന് ഉപ്പുമാവ് റെഡിയാവും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സമയം കിട്ടുമ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ഞാൻ സ്ഥിരം വീഡിയോ എടുക്കുന്നതും പാചകം ചെയ്യുന്നതുമായ അടുക്കളയല്ല കേട്ടോ. ഞങ്ങളൊരു 3-4 ദിവസത്തേന് മോളുടെ താമസ സ്ഥലത്ത് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ലോക്ക്ഡൗണിൽ പെട്ടുപോയി. ഇനിയിപ്പം എന്ന് പോകാൻ പറ്റുമെന്നറിയില്ല. ഈ അടുക്കളയിൽ അങ്ങനെ പാചകമൊന്നും ഉള്ള ഒരു അടുക്കളയല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മോള് ബാങ്കിലാണ് ജോലി. മിക്കവാറും ഉള്ള ബ്രാഞ്ചുകളിൽ അവൾക്ക് ഉച്ചക്കത്തെ ഊണൊക്കെ കിട്ടും. പിന്നെ ഇപ്പം രാവിലത്തേതും രാത്രിയിലത്തെ ഫുഡിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അതെന്തെങ്കിലും ചെറിയ പരിപാടികളിലാണ് മിക്കവാറും അവളത് ഒതുക്കി നിർത്തുന്നത്. കാരണം വൈകുന്നേരം ഒത്തിരി ലേറ്റായിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ പാത്രങ്ങളും ഈ അടുക്കളയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നും, സ്ഥിരം കാണുന്നവർക്ക്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.